സുബിൻസ് ഹോളിഡേയ്സിനൊപ്പം അണ്ടമാനിലേക്കുള്ള ഒരു യാത്രയിൽ അതിരാവിലെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് ബാംഗ്ലൂർ വഴി പോർട്ട് ബ്ലെയറിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്നും കിങ്സ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം കോർബിൻസ് കോവ് ബീച്ച് കാണാൻ വേണ്ടി സുബിൻസ് ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ ബസ്സിൽ ഇപ്പോൾ യാത്ര പുറപ്പെടുകയുമാണ്. യാത്രാ സംഘത്തിലെ എല്ലാവരും തന്നെ അത്യുത്സാഹത്തോടെയാണ് ഈ അണ്ടമാൻ യാത്രയിൽ പങ്കെടുക്കുന്നതും ഓരോ കാഴ്ചകളിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നതും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന അണ്ടമാൻ യാത്രയുടെ ആദ്യ ദിവസത്തെ ഐറ്റിനറിയാണ് കോർബിൻസ് കോവ് ബീച്ചിലേക്കുള്ള യാത്ര. അതിമനോഹരമായ ബീച്ചാണെന്ന് ടൂർ ഗൈഡ് പറയുകയും അണ്ടമാനിൻ്റെയും അതുപോലെ തന്നെ കോർബിൻസ് കോവ് ബീച്ചിൻ്റെയും ചരിത്രം ചുരുങ്ങിയ വാക്കുകളിൽ യാത്രികർക്ക് പറഞ്ഞു തരികയുമുണ്ടായി. അങ്ങനെ സുബിൻസ് ഒരുക്കിയ ബസ്സിൽ സഹയാത്രികരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഞാൻ അണ്ടമാൻ ദ്വീപിനെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മുഖ്യ ഭൂപ്രദേശത്ത് നിന്ന് ഏകദേശം 1200 കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് അണ്ടമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയുടെ പ്രധാന കരയേക്കാൾ മ്യാൻമാറിനോടാണ് ഈ ദ്വീപുകൾ കൂടുതൽ സാമീപ്യമുള്ളത്. വെറും 8249 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപസമൂഹം ഇന്ത്യ ചരിത്രത്തിലും രാജ്യരക്ഷാ ഭൂപടത്തിലും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നുകൂടിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം മായാതെ കിടക്കുന്ന ഇവിടം ചരിത്രാന്വേഷികൾക്കും ഒപ്പം ശിലായുഗവാസികൾ ഇന്നും വസിക്കുന്നതുകൊണ്ട് നരവംശാസ്ത്രജ്ഞർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നു. വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ദ്വീപസമൂഹം. ആദിവാസികളൊഴിച്ച് ഇവിടെ താമസിക്കുന്നവരെല്ലാവരും തന്നെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കുടിയേറിയവരാണ്. ഇന്ത്യയുടെ ഒരു ചെറിയ പതിപ്പാണ് ഈ ദ്വീപുകൾ. മലയാളിയും തമിഴനും ബംഗാളിയും ഹിന്ദുസ്ഥാനിയും ഇവിടെ ഒന്നിച്ചു കഴിയുന്നു. സിഖും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം കൈകോർത്ത് താമസിക്കുന്ന ഒരിടം കൂടിയാണ് ഈ അണ്ടമാൻ ദ്വീപുകൾ. മലയ ഭാഷയിലെ ഹണ്ടുമാൻ എന്ന പദത്തിൽ നിന്നാണ് ആന്തമാൻ എന്ന പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. പുരാണങ്ങളിലെ ഹനുമാനെയാണ് മലയ ഭാഷയിൽ ഹന്തുമാൻ എന്ന് വിളിച്ചിരുന്നത്. പുരാതന കാലം മുതൽ ഇവിടെ താമസിച്ചിരുന്ന ആദിവാസികളിൽ നിന്നാണ് നിക്കോബാർ എന്ന പേർ ലഭിച്ചതെന്ന് കരുതുന്നവരുമുണ്ട്. നിക്കോബാർ എന്നതും മലയ ഭാഷ തന്നെ. അർത്ഥം നഗ്നരുടെ നാട് എന്നാണ്. BC 672 മുതൽ ഇവിടെ എത്തിയ ഇത്സാങ് എന്ന ചൈനീസ് യാത്രികനും തഞ്ചാവൂരിലെ പുരാതന രേഖകളും ഈ പ്രദേശത്തെ നിക്കാവരം എന്നാണ്. അതിൻ്റെ അർത്ഥവും നഗ്നരുടെ നാട് എന്ന് തന്നെ. കാലാപാനി എന്നാണ് ഒരിക്കൽ ഈ ദ്വീപ സമൂഹം അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഇന്ത്യക്കാരെ തടവിൽ പാർപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച സ്ഥലമാണ് ഈ ദ്വീപുകൾ. തടവുകാരുടെ ചോര വീണ് കറുത്തതിനാണത്രേ കാലാപാനി എന്ന പേര് ഈ നാടിന് ലഭിക്കുന്നതും. അണ്ടമാൻ എന്നും നിക്കോബാർ എന്നുമുള്ള 2 ദ്വീപ സമൂഹങ്ങളാണ് ഇവിടെ പ്രധാനമായുമുള്ളത്. യഥാക്രമം വടക്കും തെക്കുമായുള്ള ഈ ദ്വീപ സമൂഹങ്ങളെ 10 ഡിഗ്രി ചാനൽ പരസ്പരം വേർതിരിക്കുന്നു. വടക്ക് ഭാഗത്തുള്ള അണ്ടമാൻ ദ്വീപസമൂഹത്തിൽ 204 വ്യത്യസ്ത ദ്വീപുകളാണ് സ്ഥിതി ചെയ്യുന്നത്. അണ്ടമാനിലെ മിക്ക ദ്വീപുകളും കൊടുങ്കാടുകളാണ്. ഈ ദ്വീപുകളിൽ വടക്കേ അണ്ടമാൻ, മധ്യ അണ്ടമാൻ, തെക്കൻ അണ്ടമാൻ എന്നിങ്ങനെയുള്ള 3 ദ്വീപുകളാണ് അതിപ്രധാനമായുള്ളത്. ഈ ദ്വീപുകളെ വേർതിരിച്ചിരിക്കുന്ന ആഴവും വീതിയും കുറഞ്ഞ ചാലുകളും കണ്ടൽക്കാടുകളും ഈ ദ്വീപുകളെല്ലാം പണ്ട് ഒരൊറ്റ ദ്വീപായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നതും കൂടിയാണ്. തെക്കുഭാഗത്തെ
ദ്വീപസമൂഹമായ നിക്കോബാർ ദ്വീപുകൾ 19 ദ്വീപുകളുടെ സമൂഹമാണ്. ഈ ദ്വീപുകളിൽ 7 എണ്ണത്തിൽ മനുഷ്യവാസമില്ല. ഏറ്റവും തെക്കുഭാഗത്തുള്ള ഗ്രേറ്റ് നിക്കോബാർ ആണ് ഏറ്റവും വലിയ ദ്വീപ്. 133 ചതുരശ്ര മൈൽ ആണ് ഇതിൻ്റെ വിസ്തീർണം. ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ നിന്ന് 90 മൈൽ ദൂരം മാത്രമാണ് ഈ ദ്വീപിലേക്കുള്ളത്. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്തമാൻ ദ്വീപസമൂഹങ്ങളിൽ മനുഷ്യവാസമുണ്ടായിരുന്നുവെന്നാണ് ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ദ്വീപുകളിൽ നടത്തിയ ഏറ്റവും പുതിയ പുരാവസ്തു ഗവേഷണങ്ങൾ പ്രകാരം 2200 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള മനുഷ്യവാസത്തിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ദ്വീപിലെ ആദിവാസികളുടെ ജനിതക, സാംസ്കാരിക, ഭാഷാ പശ്ചാത്തലങ്ങൾ അനുസരിച്ച് 30,000 മുതൽ 60,000 വർഷങ്ങൾക്ക് മുമ്പേ അന്തമാനിൽ മനുഷ്യവാസമുണ്ടെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലെ ഒരു സുപ്രധാന കേന്ദ്രം എന്ന നിലയിലാണത്രേ ദ്വീപുകളെ പ്രയോജനപ്പെടുത്തുവാൻ വെള്ളക്കാർ ആദ്യം തീരുമാനിച്ചത്. 1777 ദ്വീപുകൾ സർവേ ചെയ്യാൻ ജോൺ റിച്ചി നിയോഗിതനായി. 1788 ക്യാപ്റ്റൻ ആർച്ചിബാൾഡ് ബ്ലെയർ ആണ് സർവേ പൂർത്തിയാക്കിയത്. ബ്രിട്ടീഷുകാർ അവിടെ കോളനിയും സ്ഥാപിച്ചു. 270 തടവുകാരെയും 500 മുകളിൽ ജനങ്ങളെയും ആണ് ആദ്യമായി ഈ ദ്വീപിൽ പാർപ്പിച്ചത്. പക്ഷേ വൻകരയിൽ നിന്ന് ഒറ്റപ്പെട്ട നിലയിൽ ആദിവാസികളുടെ ആക്രമണത്തെയും പകർച്ചവ്യാധികളെയും അവർക്ക് പ്രതിരോധിക്കാനായില്ല. 1795 കോളനി ഉപേക്ഷിക്കപ്പെട്ടു. അതിനുശേഷമുള്ള കുറേ കാലം ദ്വീപിൻ്റെ ചരിത്രം അജ്ഞാതമാണ് ഇന്നും. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ നിക്കോബാർ ദ്വീപുകൾ ഒരു മലയൻ കൊള്ളസംഘത്തിൻ്റെ ആസ്ഥാനമായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഒരു വിമതനായിരുന്നു ഇവരുടെ നേതാവ്. ബംഗാൾ ഉൾക്കടലിലെ കടൽക്ഷോഭം മൂലം കപ്പലുകൾ പലപ്പോഴും നിക്കോബാർ തീരത്ത് അടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അടുക്കുമ്പോൾ കൊള്ളക്കാർ ഇത്തരം കപ്പലുകൾ പിടിച്ചെടുക്കുകയും അതിലെ ചരക്കുകൾ സ്വന്തമാക്കി കപ്പലിലുള്ളവരെ വധിക്കുകയും ചെയ്തിരുന്നു. 1869 ഈ വാണിജ്യ പാതയുടെ സംരക്ഷണത്തിനായി ബ്രിട്ടീഷുകാർ ഈ ദ്വീപുകൾ പിടിച്ചെടുത്തു. പിന്നീട് 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ചാണ് അന്തമാൻ ദ്വീപിനെ ബ്രിട്ടീഷുകാർ ഓർത്തെടുത്തത്. ശിവായി ലഹള എന്നവർ പേരിട്ട സമരത്തിൽ പങ്കാളികളായ 100-ൽ അധികം പേരെ നാടുകടത്താൻ ഈ ദ്വീപിനെയാണ് അവർ തിരഞ്ഞെടുത്തത്. അങ്ങനെ 1858 മാർച്ച് 4-ാം തീയതി 200 തടവുകാരുമായി ആദ്യ കപ്പൽ അന്തമാൻ ദ്വീപിലെത്തി. കൊൽക്കത്തയിൽ നിന്ന് തിരിച്ച സംഘത്തിൽ 2 ഡോക്ടർമാരും 50 നാവികരും ഉണ്ടായിരുന്നു. ഡോക്ടർ JP വാൾക്കർ ആയിരുന്നു ഇവരുടെ നേതാവ്. പ്രതികൂല കാലാവസ്ഥയിലും തടവുകാരെ ഉപയോഗിച്ച് പോർട്ട് ബ്ലെയറും റോസ് ദ്വീപും മനുഷ്യവാസയോഗ്യമാക്കപ്പെട്ടു. തടവുകാർ സഹനത്തിൻ്റെ അതിർവരമ്പുകൾ ഇവിടെ കണ്ടു തുടങ്ങി. ബീഹാറിൽ നിന്ന് ജീവപര്യന്തം തടവുകാരനായി എത്തിയ നാരായൺ ഒരു ചെറിയ ബോട്ടിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഗാർഡുകൾ അയാളെ പിടികൂടി വെടിവെച്ചു കൊന്നു. ദ്വീപുകളിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വീണ ആദ്യത്തെ രക്തത്തുള്ളി നാരായണൻ്റേതായിരുന്നിരിക്കണം. തടവുകാർ പിന്നീടും വന്നുകൊണ്ടിരുന്നു. നിരവധി പേർ മരണമടഞ്ഞു. പലരും രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവരെയെല്ലാം പിടികൂടി പരസ്യമായി തൂക്കിക്കൊല്ലുകയായിരുന്നു. ഇക്കാലയളവിൽ 87 പേരാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത് എന്നാണ് കണക്ക്. 1921 മലബാർ കലാപത്തിൽ പങ്കാളികളായവരെ അന്തമാൻ സ്കീം പ്രകാരം നാടുകടത്തിയതും ഈ ദ്വീപിലേക്കായിരുന്നു. ഇന്ന് ദ്വീപിലുള്ള മലയാളികളിൽ പിന്തുടർച്ചക്കാരാണ് എന്നാണ് കരുതപ്പെടുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും തടവുകാരുടെ എണ്ണം 15,000-ത്തോളമായി. അവരെ പാർപ്പിക്കാൻ പോർട്ട് ബ്ലെയറിൽ ഒരു തടവറ പണിയാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അങ്ങനെ 1896 സെല്ലുലാർ ജയിലിൻ്റെ പണി തുടങ്ങി. മ്യാൻമാറിൽ നിന്ന് സാധനങ്ങളെത്തി. തടവുകാർ തന്നെ തങ്ങളെ പാർപ്പിക്കുവാനുള്ള ജയിൽ പണിതു തുടങ്ങി. 1906
ആണ് ഇതിൻ്റെ പണി പൂർത്തിയായത്. 5 ലക്ഷം രൂപയാണ് ഈ ജയിലിന് കണക്കാക്കിയതെങ്കിലും അതിൻ്റെ പണി തീരുമ്പോൾ 8 ലക്ഷം രൂപയായി അത് ഉയരുകയും ചെയ്തു. തടവുകാർക്കിവിടെ യാതനകൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. ലോകത്ത് ഒരു ദൈവമേയുള്ളൂ, അദ്ദേഹം സ്വർഗത്തിൽ ആണ് താമസിക്കുന്നത്. എന്നാൽ പോർട്ട് ബ്ലെയറിൽ 2 ദൈവങ്ങളുണ്ട്, ഒന്ന് സ്വർഗത്തിലെ ദൈവവും പിന്നെ ഞാനും. പുതിയ തടവുകാരെ ചീഫ് വാർഡൻ ബാരി സ്വീകരിക്കുന്നത് ഇങ്ങനെയായിരുന്നത്രേ. അന്തമാനിലെ ക്രൂരതകൾ ബ്രിട്ടീഷ് മേലധികാരികളുടെ ഉറക്കം കെടുത്തി. ഒടുവിൽ 1937 സെപ്റ്റംബറിൽ ദ്വീപിലെ തടങ്കൽ പാളയങ്ങൾ നിർത്തലാക്കപ്പെട്ടു. തടവുകാരെ വൻകരയിലെ ജയിലുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് ജയിലൊരു ദേശീയ സ്മാരകമായി തീർന്നിരിക്കുകയാണ്. ഒരു തീർത്ഥാടനം പോലെ അനേകാര്യങ്ങൾ ഇവിടെ എത്തുകയും ഇതിൻ്റെ ദൃശ്യങ്ങൾ മനസ്സിലും ക്യാമറയിലും പകർത്തുകയും ചെയ്യുന്നു. 2ാം ലോകമഹായുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ബംഗാൾ ഉൾക്കടലിലെയും തന്ത്രപ്രധാനമായ അന്തമാൻ നിക്കോബാർ ദ്വീപുകളെയും ബാധിച്ചിരുന്നു. ജപ്പാൻ ടോർപിഡോകളുടെ ശക്തമായ ആക്രമണം ദ്വീപുകൾക്ക് സംരക്ഷണം നൽകിയിരുന്ന പല ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകളെയും കടലിൽ താഴ്ത്തി. ബ്രിട്ടീഷ് ശക്തികേന്ദ്രങ്ങളായിരുന്ന റംഗൂണും സിംഗപ്പൂരും വീണുകഴിഞ്ഞപ്പോൾ ജപ്പാൻ പട അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നീങ്ങി. അപകടം മുൻകൂട്ടി കണ്ട ബ്രിട്ടൻ പിന്മാറാൻ തീരുമാനിച്ചു. പക്ഷേ അതിനു മുമ്പേ 1942 മാർച്ച് 3-ാം തീയതി തന്നെ അന്തമാൻ നിക്കോബാർ ദ്വീപുകൾ ജപ്പാന്റെ അധീനത്തിലായി. ചീഫ് കമ്മീഷണർ ആയിരുന്ന വാട്ടർ ഹോളിനെ ജപ്പാൻ സെല്ലുലർ ജയിലിൽ തന്നെ തടവിലാക്കി. ബ്രിട്ടീഷ് സൈനികരെയും അവരുടെ ആളുകളെയും ജപ്പാൻ തടവുകാരായി പിടിച്ചു. ആ തടവുകാരെ കൊണ്ട് തന്നെ ജപ്പാൻ ദ്വീപിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ജോലി ചെയ്യാത്തവരെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെയും കണ്ടുപിടിച്ച് കടുത്ത ശിക്ഷ നൽകി ദ്വീപുകളുടെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചു. അതിനിടയിൽ ബ്രിട്ടീഷുകാർ ദ്വീപുകൾക്ക് കടുത്ത ഉപരോധം സൃഷ്ടിച്ചിരുന്നു. ഗതാഗതം നിലച്ചതോടെ ക്ഷാമവും രോഗങ്ങളും പെരുകി. ജപ്പാൻ പിന്മാറിയില്ല. പകരം ദ്വീപുകൾക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രൊവിൻഷ്യൽ ഭരണകൂടത്തിന് കൈമാറിയതായി 1943 നവംബറിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഹിഡാക്കോ തേജോ ടോക്കിയോയിൽ പ്രഖ്യാപിച്ചു. ഡിസംബർ 19 സുഭാഷ് ചന്ദ്രബോസ് റോസ് ദ്വീപിലെത്തി ഇന്ത്യൻ പതാക ഉയർത്തി. സൗത്ത് അണ്ടമാൻ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ ബീച്ചാണ് കോർബിൻസ് കോവ് ബീച്ച്. ടൂറിസ്റ്റുകളെ കൊണ്ട് എപ്പോഴും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ബീച്ച്. ചുറ്റും തെങ്ങുകളാൽ ചുറ്റപ്പെട്ടും അതുപോലെ തന്നെ പഴയകാല യുദ്ധങ്ങളുടെ സ്മാരകങ്ങൾ പേറുന്നതുമായ ഒരു ബീച്ച് കൂടിയാണ്. സ്കൂബ ഡൈവിങ്ങിനും അതുപോലെ തന്നെ മറ്റ് ബീച്ച് ആക്ടിവിറ്റീസിനുമൊക്കെ പേരുകേട്ടതാണ് ഈ കോർബിൻസ് കോവ് ബീച്ച്. പോർട്ട് ബ്ലെയറിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ബീച്ച് സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്. ഇവിടെയുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ബാറുകളും മറ്റ് അനേക യാത്രികരെ ആകർഷിക്കുന്ന ഫെസിലിറ്റികളും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരാനും സായാഹ്നങ്ങൾ ഈ ബീച്ചിൽ ചെലവഴിക്കാനും യാത്രികരെ പ്രേരിപ്പിക്കുന്നതാണ്. കുട്ടികൾക്ക് കളിക്കുവാനും മുതിർന്നവർക്ക് സായാഹ്നത്തിൻ്റെ ഭംഗി ഇവിടെ ഇരുന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റിയ ഒരു ബീച്ച് കൂടിയാണ് ഈ കോർബിൻസ് കോവ് ബീച്ച്. സാധാരണ ബീച്ചുകളിൽ കാണപ്പെടാത്ത കറുത്ത കല്ലുകളാണ് ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചുറ്റും പരന്ന് കിടക്കുന്ന കറുത്ത കല്ലുകൾ ഒരു കാലത്ത്
ഈ ബീച്ചും ഈ ദ്വീപും ഒക്കെ നിലങ്ങളായിരുന്നുവെന്നും പിന്നീട് ഏതോ കാലത്ത് ഉണ്ടായ ഏതോ പ്രതിഭാസം മൂലം അത് ബീച്ചുകളായും ഒക്കെ മാറിയതാകാം എന്നും ഉള്ള ഒരു അനുമാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. മനോഹരമായ ബീച്ച് ആണെങ്കിൽ കൂടി ഇവിടം ഏതൊരു യാത്രികനെയും ആകർഷിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രമാത്രം മനോഹരമാണ് ഈ ബീച്ചിൻ്റെ ഭംഗി. അണ്ടമാനിലെത്തുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ കാണേണ്ട ഒരു ബീച്ച് കൂടിയാണ് ഈ കോർബിൻസ് കോവ് ബീച്ച്. കാരണം വരും ദിവസങ്ങളിൽ ഇതിലും മനോഹരമായ ബീച്ചുകളാണ് നമുക്ക് കാണാനുള്ളതും ആസ്വദിക്കാനുള്ളതും. വിവിധ പ്രായത്തിലെ യാത്രികരും കുടുംബങ്ങളും കുട്ടികളും അടങ്ങുന്ന യാത്രാ സംഘങ്ങളും ഒക്കെയാണ് ഈ ബീച്ചിൽ എത്തുന്നതും ഇവിടുത്തെ ഭംഗി ആവോളം ആസ്വദിക്കുന്നതും. വാട്ടർ ആക്ടിവിറ്റീസിന് ഇവിടെ ധാരാളം സ്കോപ്പുള്ള ഒരു സ്ഥലം കൂടിയാണ്. സ്പീഡ് ബോട്ടും മറ്റ് ജലഗതാഗത വാഹനങ്ങളും ഇവിടെ ലഭ്യമാണ്. ബീച്ചിൽ നടന്ന് വിൽക്കുന്ന അനേകം കച്ചവടക്കാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ബീച്ചിലെത്തുന്ന യാത്രികരെ ആകർഷിക്കാനായി വിവിധ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിൻ്റെ ഏജൻറ്റുമാർ ഓരോ യാത്രികരുടെയും യാത്രാ സംഘങ്ങളുടെയും അടുത്തെത്തുകയും അവരെ ഇവിടുത്തെ ആക്ടിവിറ്റീസിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും തങ്ങളുടെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണുന്ന ചുവന്ന തൊപ്പി വെച്ച യാത്രികരാണ് നമ്മുടെ സഹയാത്രികർ. എല്ലാവരും സുബിൻസ് ഹോളിഡേയ്സിൻ്റെ ചുവന്ന നിറത്തിലുള്ള തൊപ്പികളും വച്ച് ഈ ബീച്ചിൻ്റെ ഭംഗി ആവോളം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ബീച്ചിൽ സായാഹ്നം ചിലവഴിച്ച് ഏതാണ്ട് 5:30-5:45 ആകുന്നതോടുകൂടി ഇവിടെ ഇരുട്ടാവുകയും ബീച്ചിലെയും അതുപോലെ തന്നെ ബീച്ചിനു ചുറ്റുമുള്ള ഇലക്ട്രിക് ലൈറ്റുകൾ ഒക്കെ തെളിയുകയും ചെയ്തപ്പോഴാണ് ബീച്ചിന് സമീപത്ത് ആയി ഉള്ള റോഡിൽ ഇങ്ങനെയൊരു മനോഹര കാഴ്ച ഉണ്ടെന്ന കാര്യം നാം മനസ്സിലാക്കുന്നത്. കൂടി ബീച്ചിൻ്റെ സൗന്ദര്യം തന്നെ ആകപ്പാടെ മാറുകയാണ്. വളരെ മനോഹരമായി കാണുന്ന ബീച്ച് അതിമനോഹരമായി പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സുബിൻസിനോടൊപ്പമുള്ള യാത്രയുടെ സുന്ദര നിമിഷങ്ങൾക്ക് കൂടുതൽ പകിട്ട് വരികയാണ്. ഇങ്ങനെ കോർബിൻസ് കോവ് ബീച്ചിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് തിരികെ ഹോട്ടലിലേക്ക് നാം ഇപ്പോൾ നമ്മുടെ ബസ്സിൽ മടങ്ങുകയാണ്. അപ്പോഴേക്കും പോർട്ട് ബ്ലെയർ സിറ്റി ആകെ ലൈറ്റിനാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. റോഡ് സൈഡിൽ കാണുന്ന ഓരോ മരങ്ങളിലും മനോഹരങ്ങളായ ലൈറ്റിങ്ങും അതുപോലെ തന്നെ അകലെ കാണുന്ന ഇന്ത്യയുടെ ലൈറ്റപ്പ് ചെയ്ത ഭൂപടവും എല്ലാം ഈ സിറ്റിയെയും ഇവിടുത്തെ കാഴ്ചകളെയും അതിമനോഹരമാക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കോർബിൻസ് കോവ് ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടരുമ്പോൾ നാം ഈ യാത്ര സംഘടിപ്പിച്ച സുബിൻസ് ഹോളിഡേയ്സിനെ പറ്റിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതൊരു യാത്രയും മനോഹരമാണ്. പക്ഷേ ആ യാത്ര സുബിൻസിനോടൊപ്പമാകുമ്പോൾ അത് കൂടുതൽ മനോഹരവും സന്തോഷപ്രദവുമാകുന്നു.